ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഉലുവ ലേഹിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അതിനായിട്ട് ഒരു ഗ്ലാസ് ഉലുവയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കഴുകി വൃത്തിയാക്കാനായിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്, അതിൽ പൊടികളും ഇതൊക്കെ ഉള്ള കാരണം കൊണ്ട്. അപ്പം അതൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു സ്റ്റീലിൻ്റെ ഡവറയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം വെള്ളം ഒഴിച്ച് വെച്ചൊന്ന് കുതിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ രാവിലെ ആണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ച് ഇത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു 3 മണിക്കൂറോളം ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചൂടുവെള്ളം ആയതുകൊണ്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അത് കുക്കറിൽ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിലാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പം അതിലേക്ക് 3 ഈത്തപ്പഴം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈത്തപ്പഴം ഇട്ട് കൊടുത്ത് നല്ല രുചിയാണ്. അപ്പോൾ കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതൊരു 5 വിസിൽ അടുപ്പിച്ചിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് തേങ്ങയാണ്. ഒരു തേങ്ങ അങ്ങനെ എടുത്തിട്ടുണ്ട്, ചിരവിയത്. ഇനി അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് തേങ്ങാപ്പാലിനായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം എല്ലാതും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്, സ്റ്റീലിൻ്റെ കപ്പിന്. അപ്പം അത് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുത്ത് തേങ്ങാപ്പാലാക്കിയിട്ടൊന്ന് എടുക്കാം. അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് തേങ്ങാപ്പാൽ. ഇനി ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുള്ളത് ഒരു 5 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇത് അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇത് ഉലുവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയെടുത്തപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊരു ഉരുളിയേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തേങ്ങാപ്പാൽ എപ്പോഴും കട്ടിയിലാക്കി എടുക്കണം. അപ്പം അതിലിട്ട ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ശർക്കര ഉരുക്കിയത് അരിപ്പയിലേക്ക് ആക്കിയിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഇളക്കി കൊടുക്കണ്ട, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് അതിൽ വെള്ളമൊക്കെ ഉണ്ടല്ലോ, ശർക്കരയുടെ വെള്ളം, അതുപോലെ തേങ്ങാപ്പാലിൻ്റെ ആ ഇതും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണമാണ്. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും കുറച്ചും കൂടെ ശർക്കര ഉരുക്കിയതുണ്ടായിരുന്നു, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശർക്കര നല്ല വേണമെന്നെങ്കിലാണ് ഉലുവക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ആണെങ്കിൽ നല്ല കയ്പുണ്ടാവുമല്ലോ. അപ്പോൾ അത് നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി വേറൊരു പാൻ വെച്ച് മറ്റേ ഗ്യാസിൻ്റെ മേലെ വെച്ച് കുറച്ച് വെള്ളമാണ്, എണ്ണ കഴുകിയതാണ് വറുത്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പും കഷ്ണങ്ങളാക്കിയിട്ട് അതും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കാം. അപ്പം അത് ഉലുവൊക്കെ നന്നായിട്ട് കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഒന്നും കൂടെ വെള്ളമൊക്കെ വറ്റിയ ശേഷം അതിലേക്ക് ആ എള്ള് വറുത്തതും അണ്ടിപ്പരിപ്പ് വറുത്തതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിലൊക്കെ നന്നായിട്ട് എല്ലാം ചേർന്ന ശേഷം അതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അതൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ ആ എള്ളിൻ്റെ ഇതും ഉലുവട ഒക്കെ ഒന്ന് കടിക്കുമ്പോൾ നല്ല രുചിയാണ് അതിൽ. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പിൻ്റെയും. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മീതെ കുറച്ചും കൂടെ എള്ളും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.